ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നൈറ്റ് വ്ളോഗാട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലുലുവിലേക്ക് പോവാം. ഞാൻ അവനോട് ഹായ് പറയാൻ വന്നപ്പോൾ അവൻ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ രാത്രിയിലാണ്, അപ്പോൾ കുറച്ച് വെളിച്ചക്കുറവൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്ന് പോവാണ് ഞങ്ങൾ. അവൻ അച്ഛൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ പൂച്ചേനൊക്കെ കണ്ടിട്ട് ഓടുന്നുണ്ട്, പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഓരോരോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാവാൻ വരുന്നത്. ഓരോന്നിങ്ങനെ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ലുലു പോകാൻ. ഇവിടെ തൊട്ടേ ലുലു കണ്ടിട്ട് ലുലു ലുലു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ പോവാണ്, എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ ലുലു ലുലു പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലായിരുന്നു പോവുകയാണ്. അപ്പോൾ പിന്നെ അത് സംസാരിച്ച് അങ്ങനെ ലുലു എത്താറായി. എൻ്റെ അടുത്തെത്തി തുടങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരെ കണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ ഹായൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എത്താറായി, കുറച്ച് ദൂരം കൊണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാശിയുടെ മുഖത്ത് കാണാനുണ്ട്. അവന് അവിടെ എത്തിയിട്ട് വേണം ഓടി നടന്ന് കളിക്കാനെന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്നത് ഏട്ടന് ആദ്യം നിന്നിരുന്ന ഫ്ലാറ്റ് ആട്ടോ, ബാച്ചിലർ ഫ്ലാറ്റ്. കൂട്ടുകാരും എല്ലാവരും ഇവിടെയുള്ളത് ലുലുവിൻ്റെ അടുത്താണ്. അപ്പോൾ ലുലുവിൻ്റെ അടുത്തെത്തി. കാശി അച്ഛനും കൂടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ വരും. ഞങ്ങൾ താറായി. ഇനി ഇവിടെ നിന്ന് ക്രോസ് ചെയ്താൽ ലുലുവിലേക്ക് എത്തി. ഞങ്ങൾ ലുലുവിലെത്തി. അങ്ങനെ അവന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് അവനെ എടുത്തിട്ട് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരാം. അപ്പോൾ അവനോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ. ഹായ് പറയും. അപ്പോൾ ഹായ് പറഞ്ഞവൻ ലുലു ലുലു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് ലുലുവിക്ക് ഇങ്ങോട്ട് എത്തിയാൽ മതി. അപ്പോൾ ആ ഒരു നായക്കുട്ടി ഇങ്ങനെ കിടക്കണം അവിടെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മേലേക്കാട്ടോ, ടോയ്സിൻ്റെ ഒക്കെ സെക്ഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, അവിടേക്ക് ഞങ്ങൾ പോയത്. അപ്പോൾ കുറേ ആയി അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് വരുമ്പോൾ എല്ലായിടത്തും കറങ്ങണം എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അവരെ വീഡിയോ ഇങ്ങനെ എടുക്കുമായിരുന്നു. അവർ വരുന്ന പിന്നെ കുഞ്ഞ് ട്രോളിയൊക്കെ എടുത്ത് അവൻ അതിൽ ഇരുത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ നടന്നു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ കുറച്ച് സമയം അതിലിരുന്നുള്ളൂ. ഇരുന്ന് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞ് അവനെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ നേരെ താഴെ ഇറങ്ങാമെന്ന്. താഴെ ഇറങ്ങിയിട്ട് ഫുള്ള് ടോയ്സ് തിരച്ചിൽ ഭയങ്കര തിരയൽ. അത് വേണം, ഇത് വേണം അച്ഛാ, അതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അച്ഛൻ ട്രോളിയും പിടിച്ച് അങ്ങനെ അവിടെ നിർത്തായിരുന്നു. അവനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകണ്ടായിരുന്നു. അവനാകെ കൺഫ്യൂഷൻ, ഏതാ വേണ്ടത്, ഇതെടുത്താലോ അതെടുത്താലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഓരോന്ന് അത് വേണോ ഇത് വേണോ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല അവന് വേണ്ടത്. അവന് ഇഷ്ടമുള്ള അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ അവന് വലിയ വണ്ടികളൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾ അവനോട് ഇങ്ങനെ പറഞ്ഞു നാട്ടിൽ പോയിട്ട് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അവന് വലിയ വണ്ടി വേണം, അതൊന്ന് എടുത്ത് കൊടുക്കണം, അതിലിരുന്നൊന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറം നോക്കിയപ്പോൾ JCB ഇരുന്നു. അപ്പോൾ അത് വേണം. അവൻ JCB പറയുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടത് ഓരോന്നോരോന്നും അവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ടെഡി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് കൊണ്ടുപോകണം ഓരോ സൈഡിലേക്കും. ഓരോന്നും ഇങ്ങനെ കണ്ടിട്ട് അവന് അതാണ് വേണ്ടത് ഇങ്ങനെ പറയുമായിരുന്നു. പുറകെ നടന്ന് ഞാൻ എന്നോട് പറയുകയും ചെയ്തു, അയ്യോ ഞാനിതിങ്ങനെ ട്രോളിങ് കൊണ്ട് ഇങ്ങനെ നടക്കുക വെറുതെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവനത് വേണം ഇത് വേണം. അവന് അപ്പോൾ ആ തവളേനെ കാണിച്ചു കൊടുത്തപ്പോൾ അവനത് വേണ്ട. പിന്നെ അവന് ബോൾ വേണമെന്ന് എന്നിട്ട് ഞാൻ പറയായിരുന്നു വീട്ടിലുണ്ടല്ലോ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവനെ അവിടെ ഇട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആ വണ്ടി കണ്ടത് അവൻ. അപ്പോൾ പിന്നെ നേരെ അതിൽ കയറി. പിന്നെ ഫുള്ള് കറക്കം അതും വെച്ചിട്ടായിരുന്നു, ഫുള്ള് കറക്കം. ഓരോ ടോയ്സ് നോക്കാനൊക്കെ ആ വണ്ടിയിലും കയറിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് അപ്പുറത്ത് പോയിട്ട് ഞങ്ങളിതിലൂടെ വരാം എന്നിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അവൻ നേരെ റിവേഴ്സ് വന്നിട്ട് അവിടെ ടോയ്സ് നോക്കാം. അതിന് ഞാൻ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് അവനിങ്ങനെ വിളിക്കുകയാണ്, വായിച്ചോട് വന്നു. അപ്പോൾ ഇപ്പോൾ വരും ഇങ്ങനെ അവൻ്റെ എൻട്രി. എന്നിട്ട് പിന്നെയും കുറേ ടൈം ഇതിലിങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പേരനോട് പറയുന്നത് കുറേ സമയം ഓടിച്ചു. കാരണം CCTV കണ്ടിട്ട് ചോദിക്കാൻ വരുമെന്നാവും, അറിയില്ല നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എടുത്തിട്ട് പോയിട്ട് അങ്ങനെ ആ വണ്ടി കാണില്ല. വണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു ട്രോളിലേക്ക് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര കരച്ചിലായി, അത് ഭയങ്കര സങ്കടമായി പോയത് കാണാനിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ ഒരു കാർഡ് കൊടുത്തു. അപ്പോൾ അത് സ്മെല്ല് ചോദിക്കാൻ അവനോട് ഞാൻ ചോദിക്കുക നല്ലതല്ലേ ചോദിക്കായിരുന്നു താഴെ. പിന്നെ അവന് കുഞ്ഞു